ഹായ് എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് ഈ ഞായറാഴ്ച ദിവസം എല്ലാവർക്കും നല്ല സന്തോഷത്തിൻ്റെ ഒരു ദിവസം നേരുകയാണ്. ഇന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതായത് ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൽ 9-ാം വാക്യം ഞാൻ ഇങ്ങനെ വായിക്കുകയാണ്. എൻ്റെ ഉഗ്രകോപം ഞാൻ നടത്തുകയില്ല, ഞാൻ എഫ്രൈമിനെ വീണ്ടും നശിപ്പിക്കുകയുമില്ല, ഞാൻ മനുഷ്യനല്ല ദൈവമത്രേ, നിൻ്റെ നടുവിൽ പരിശുദ്ധൻ തന്നെ, ഞാൻ ക്രോധത്തോടെ വരികയുമില്ല. പിതാവായ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നതാണ് ഈ കാര്യങ്ങൾ. അത് സമകാലികമായിട്ട് നമ്മളിപ്പോൾ ചിന്തിച്ചാൽ ഈ ക്രിസ്മസിൻ്റെ നോമ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മളോട് കർത്താവ് പറയുന്നത്, ഞാൻ മനുഷ്യനല്ല ദൈവമാണ്, അതുകൊണ്ട് ഞാൻ ഉഗ്രക്രോധത്തോടെയോ അല്ല കോപത്തോടെയൊന്നും നിൻ്റെ അടുക്കൽ വരികയില്ല, നിൻ്റെ നടുവിൽ പരിശുദ്ധനായിട്ട് തന്നെ നിൽക്കുമെന്നാണ്. അപ്പോൾ ഈ പരിശുദ്ധനായ ഒരു ദൈവത്തെ നമ്മൾ എങ്ങനെ ആരാധിക്കണം, നമ്മൾ അവന് കീഴ്പ്പെട്ടിരിക്കണം എന്നൊക്കെയും പല പ്രാവശ്യം നമ്മൾ പലരിൽ നിന്നും മെസ്സേജൊക്കെയും കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മളത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുവെന്ന് ഉള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പരിശുദ്ധനായ ഒരു ദൈവം നമ്മുടെ മധ്യത്തിൽ വസിക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ വിശുദ്ധിയുള്ളവരാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒന്നാമതായിട്ട് പറയുമ്പോൾ നമ്മൾ കർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ജീവിക്കണം. അതായത് നമ്മളുടെ പരിശുദ്ധനായ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നതായ എല്ലാ അനുഗ്രഹങ്ങളെയും അതുപോലെ തന്നെ എല്ലാ പ്രയാസങ്ങളെയും അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ ജീവിതത്തിൻ്റെതായ എല്ലാ ഉയർച്ചകളെയും നാം ഓർത്ത് അവന് സ്തോത്രം കരയേണ്ടത് ആവശ്യമാണ്. കർത്താവ് പറയുന്നത്, നിൻ്റെ ഇരിപ്പും നിൻ്റെ ഗമനവും നിൻ്റെ ആഗമനവും എൻ്റെ നേരെയുള്ള നിൻ്റെ കോപഭ്രാന്തും ഞാൻ അറിയുന്നു. അത് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇരിപ്പും നടപ്പും എല്ലാം അറിയുന്ന ഒരുവനുണ്ടെന്നുള്ളത് പലപ്പോഴും മറന്നു പോകാറുണ്ടെന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്തും പറയുന്നുണ്ട്, അവനിൽ കൂടി അല്ലാതെ പിതാവിൻ്റെ അടുക്കലേക്ക് ആർക്കും പോകുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. പിതാവായ ദൈവത്തെ അവന് നീതി ഇഷ്ടപ്പെടുന്നവനാണ്, അവൻ ന്യായത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നവനാണെന്ന് നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. അതായത് ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് 28-ൻ്റെ 16-ഉം 17-ഉം നോക്കിയാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമിട്ട് ശോധന ചെയ്ത് കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. 17-ാമത്തെ വാക്യം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല, ഞാൻ ന്യായത്തെ അളവു ചരടും നീതിയെ തൂക്കുകട്ടയും ആക്കി വെക്കുമെന്ന് പറയുകയാണ്. കൽമഴ വ്യാജശരണത്തെ നീക്കിക്കളയും, വെള്ളം ഒളിപ്പിടത്തെ ഒഴുക്കി കൊണ്ടുപോകും. ഇതിൽ നമ്മൾ കാണുന്ന കർത്താവിൻ്റെ മൂലക്കല്ലായിട്ട് അടിസ്ഥാനമായിട്ടിട്ടിരിക്കുന്ന നമുക്കറിയാം ക്രിസ്തുവാണെന്നുള്ള അറിയാം. ആ ക്രിസ്തുവിൽ നമ്മൾ ഓരോരുത്തരും പണിയപ്പെടുമ്പോഴാണ് സഭയായിട്ടുണ്ടാകുന്നത്. കർത്താവ് എന്നുള്ള മൂലക്കല്ലിൽ ഇട്ടിരിക്കുന്ന അടിസ്ഥാനം. ആ ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം പറയുന്നത്, ഞാൻ ന്യായത്തെ അളവ് ചരടും നീതിയെ തൂക്കുകട്ടയും ആക്കി വയ്ക്കുമെന്നാണ്. അപ്പോൾ ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും അല്ലാതെ നമ്മളിൽ നിന്ന് ദൈവം മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് വചനത്തിലുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ സീസണിൽ നമ്മളുടെ ഈ നോമ്പ് കാലങ്ങളിൽ ഒക്കെയും നമ്മൾ ന്യായം പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ നീതി നടപ്പാക്കാനും അതുപോലെ ദയാതൽപരനായിട്ടിരിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി അല്പമെങ്കിലും നമ്മുടെ സമയം ചെലവഴിക്കാനും ഒക്കെ നമ്മളെ തന്നെ മാറ്റേണ്ടത് ആവശ്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഈ വിഷയത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ മെസ്സേജിൽ അത് കമൻസ് ഇടാവുന്നതാണ്. ഞാൻ വിശ്വസിക്കുന്നത്, എല്ലാവരും വിശ്വസിക്കുന്നത് തന്നെയാണെന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു നല്ല ദിവസം എല്ലാവർക്കും എല്ലാ നന്മയും
എല്ലാം നേർന്നുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. ബൈ ടു ഓൾ. മേ ഗോഡ് ബ്ലസ് യു ഓൾ.